എന്ത് രസമല്ലേ ഇവന്മാരെ കാണാൻ. എല്ലാവരും പറയുന്നുണ്ട് ഇവന്മാരെ വളർത്താൻ സിമ്പിളാണ്, ബ്രീഡിങ് സിമ്പിളാണ്. ഇതൊക്കെ കേട്ടിട്ട് ഞാനും പോയി ഒരു പേരണങ്ങട് വാങ്ങി, പോളാർ വൈറ്റ്. അതെനിക്ക് സക്സസ് ആണോ അല്ലേ എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് അറിയാം. ഇതൊരു മടിയന്റെ അക്കോറിയാണ്. ഇതിലാകുള്ളത് ഇവന്മാർക്ക് എഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോട്ടാണ്. കുറച്ച് ഡേ കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അവന്മാർ എഗ് ചെയ്തു. പിന്നെ അവന്മാരുടെ കെയറിങ്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത് വരെ ഈ പോട്ടിൻ്റെ അടുത്ത് മാറിയിട്ടില്ല. ഇപ്പോൾ ആ പോട്ടിൻ്റെ അകത്ത് മൊത്തം കുഞ്ഞുങ്ങളാണ്. നൈസായിട്ടും കൂടെ എടുത്താലോ, എന്നിട്ട് വേറൊരു പോട്ട് വെച്ച് കൊടുക്കാം. ഇതിലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ മൊത്തം ഉള്ളത്. കാണണ്ടേ? കാണിച്ചുതരാം. ഏകദേശം ഒരു 19 കുഞ്ഞുങ്ങളെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജ് വരെ എല്ലാവർക്കും ഓക്കെയാണ്. ഇനി വളർത്തിയെടുക്കാനാണ് എല്ലാവർക്കും ടാസ്ക്. ബ്രീഡായ ടാങ്കിലെ വെള്ളം, ഒരു കുഞ്ഞു ബേസൽ, ഒരു 3-4 ദിവസത്തേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബേസലിലാണ് ഇട്ട് വെക്കുന്നത്. കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് ഫ്രീസിം ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചെറിയ ബേസലിലേക്ക് മാറ്റിയത്. ഈ ഒരു ടൈമിൽ ആർട്ടീമിയ സിസ്റ്റ് വിരിയിപ്പിച്ചിട്ടാണ് ഇവന്മാർക്ക് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾ അത്രയും ചെറുതല്ലേ, അവന്മാരുടെ മൗത്ത് സൈസിന് ആർട്ടീമിയ തന്നെയാണ് നല്ലത്. ഈ ചെറിയ ബേസലിലാവുന്ന സമയത്ത് അവന്മാർക്ക് പെട്ടെന്ന് ഫുഡ് എടുക്കാനും പറ്റും. അങ്ങനെ ഒരു 3-4 ദിവസത്തിന് ശേഷം ഇവന്മാരെ ചെറിയ ബേസിൽ നിന്നും വലിയ ബേസിലേക്ക് മാറ്റി. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന്മാർ ഈ ഒരു ടാങ്കിൽ തന്നെ ആയിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ആർട്ടീമിയ തന്നെയാണ്. അങ്ങനെ ഇവന്മാർ വളർന്നു വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി വരട്ട ടാങ്കിലെ വാട്ടർ ചേഞ്ച് ഏകദേശം 2 ആഴ്ച കൂടുമ്പോഴാണ് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. അടിയിലെ വേസ്റ്റ് ആദ്യം വലിച്ചു കളയുക, എന്നിട്ട് ഒരു 20% വെള്ളം കൊണ്ട് മാറ്റി കൊടുക്കുക. ഇവന്മാരുടെ ഈ ഒരു സൈസിലും ആർട്ടീമിയ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇവന്മാരൊരു ബട്ടൺ സൈസ് ആവുന്ന ടൈമിലാണ് നമ്മൾ പെല്ലറ്റ് ഫുഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതുവരെ ആർട്ടീമിയ തന്നെ. ഇപ്പം അത്യാവശ്യം ഗ്രോത്ത് വെച്ചില്ലേ ഇവന്മാര്, സ്റ്റേജൊക്കെ മാറി തുടങ്ങി. ആർട്ടീമിയ കൊടുക്കുന്നത് നിർത്താനായി. ആദ്യം ആർട്ടീമിയുടെ കൂടെ തന്നെ പെല്ലറ്റ് ഫുഡും കൊടുത്തു തുടങ്ങുക. ഫസ്റ്റൊക്കെ കുറച്ച് കൊടുത്താൽ മതി. അവന്മാർ ഫുഡ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ലോണം കൊടുത്തു തുടങ്ങുക. അതുപോലെ ഇവന്മാരുടെ ടാങ്ക് ചേഞ്ച് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. സോ എല്ലാത്തിനെയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇവന്മാർ ഇപ്പോൾ ഒരു ബട്ടൺ സൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇവന്മാർ ഈ ഒരു ബേസിൽ നിന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവന്മാരെ കളക്ട് ചെയ്തിട്ട് ഗ്രോ ടാങ്കിലേക്ക് ഇറക്കി വിടും. ഇതാണ് നമ്മുടെ ഗ്രോ ടാങ്ക്. ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഏകദേശം ഒരു 40 പീസ് കുഞ്ഞുങ്ങൾ, അവരെയാണ് ഈ ഒരു ഗ്രോ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത്. ഇതാവുമ്പോൾ ഇവന്മാർക്ക് ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലാവുന്ന സമയത്തും 2 ആഴ്ച കൂടുമ്പോഴാണ് വാട്ടർ ചേഞ്ച് കൊടുക്കാറ്. എന്തായാലും ഇവന്മാരെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാം. അവരെല്ലാം ഇതിൽ നിന്ന് വളരട്ടെ. ഇതുവരെയുള്ള ടാങ്കിലൊന്നും എയറേഷൻ ഫിൽട്രേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. നിങ്ങളിപ്പോൾ ഗ്രോ ടാങ്കിൽ ഇടുന്ന കൗണ്ട് കൂടുതലാണെങ്കിൽ എയറേഷൻ എന്തായാലും നിർബന്ധമാട്ടോ. അതുപോലെ അടിയിൽ നല്ല രീതിയിൽ വേസ്റ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. വാട്ടർ ക്വാളിറ്റി മസ്റ്റ് ആണ്. ഇപ്പം ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി അവന്മാർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് പെല്ലറ്റ് ഫുഡാണ്. ഇപ്പം ഏകദേശം പോളർ ഫിഷിന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓണാണ്, ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം എല്ലാം പറഞ്ഞ പോലെ